ഇറാനിലെ ജനകീയ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ആയത്തുള്ള അലി ഖമേനിയുടെ പുതിയ നീക്കം. ഹിസ്ബുള്ളയുടെയും ഇറാഖിലെ സായുധ ഭീകര സംഘടനയുടെയും ഭീകരന്മാരെ രംഗത്തിറക്കി സായുധ പ്രതിഷേധത്തെ അടിച്ചമർത്തുകയാണ് ആയത്തുള്ള അലി ഖമേനി. കഴിഞ്ഞ ദിവസങ്ങളിൽ അർദ്ധരാത്രിയോടുകൂടി ഇറാഖിന്റെ തലസ്ഥാനമായ ടെഹ്റാനിലും പരിസര പ്രദേശങ്ങളിലും 5000-ലധികം ഹിസ്ബുള്ള ഭീകരന്മാരും ഇറാഖിലെ മൊബിലൈസേഷൻ ഫോഴ്സിന്റെ ഭീകരന്മാരും തെരുവുകളിൽ നിറഞ്ഞാടി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇറാനിലെ ജനവാസ മേഖലകളിൽ സിവിലിയന്മാർക്ക് നേരെ ഈ ഭീകരന്മാർ അതിരൂക്ഷമായ ആക്രമണം അഴിച്ചുവിട്ടു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. ഫോക്സ് ന്യൂസ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തകൾ ശരിയാണെങ്കിൽ, വീഡിയോ ദൃശ്യങ്ങൾ ശരിയാണെങ്കിൽ, ടൊയോട്ട അടക്കമുള്ള വാഹനങ്ങളിൽ നൂറുകണക്കിന് ഹിസ്ബുള്ള ഭീകരവാദികൾ, അവർക്കൊപ്പം തന്നെ ഇറാഖിൽ നിന്നുള്ള പ്രത്യേക മൊബിലൈസേഷൻ ഫോഴ്സിന്റെ ഭീകരന്മാർ, ഇവരൊക്കെ ചേർന്ന് വൻ ആയുധ ശേഖരത്തോടുകൂടി, മെഷീൻ ഗൺ അടക്കമുള്ള വൻ ആയുധ ശേഖരത്തോടുകൂടി ഇറാനിലെ തെരുവുകളിൽ ജനകീയ പ്രക്ഷോഭക്കാരെ നേരിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ ദിവസം ഏറ്റവും നിർണായകമായ ചില നീക്കങ്ങൾ നടന്നിരുന്നു. ആയത്തുള്ള അലി ഖമേനിയുടെ നിർദ്ദേശപ്രകാരം ലെബനനിൽ നിന്ന് ഹിസ്ബുള്ളയുടെ ഏകദേശം 3000-ഓളം ഭീകരന്മാർ ഇറാനിലേക്ക് എത്തിയെന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇതിന് പിന്നാലെ യമനിൽ നിന്ന് ഹൂതികളുടെ വലിയ സംഘം ഇറാനിലേക്ക് ഉടനടി എത്തുമെന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ്. അതിനിടയിലാണ് ഇറാഖിൽ നിന്നും മൊബിലൈസേഷൻ ഫോഴ്സിന്റെ 2500-ഓളം ഭീകരന്മാരും ഇറാനിലേക്ക് എത്തി. ഇവർ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന ഇറാന്റെ സേനയ്ക്കൊപ്പം ചേർന്ന് ഈ ജനകീയ പ്രക്ഷോഭകാരികൾക്ക് നേരെ വലിയ അതിക്രമങ്ങൾ ആരംഭിച്ചു എന്നുള്ള നിർണായകമായ വാർത്തയാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം, 4 ആഴ്ചയാവുന്നു ഇറാനിൽ ജനകീയ പ്രക്ഷോഭം ആരംഭിച്ചിട്ട്. ആ ജനകീയ പ്രക്ഷോഭത്തെ നിലയ്ക്ക് നിർത്താൻ ഇതുവരെ ഇറാൻ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല. തുടക്കത്തിൽ സമാധാനപരമായി ആരംഭിച്ച പ്രക്ഷോഭം പിന്നീട് കലാപത്തിലേക്ക് വഴിമാറുകയായിരുന്നു. ആയത്തുള്ള അലി ഖമീനി അടക്കമുള്ള ഇറാന്റെ ഭരണാധികാരികളുടെ നിർദ്ദേശപ്രകാരം ഈ ജനകീയ പ്രക്ഷോഭത്തെ അടിച്ചമർത്താനും ആയുധം ഉപയോഗിച്ചുകൊണ്ട് അവയെ ഇല്ലായ്മ ചെയ്യാനുമാണ് ഇറാൻ ഭരണകൂടം തീരുമാനിച്ചത്. ഇത് വലിയ കലാപത്തിലേക്ക് വഴിമാറി. നിലവിൽ 20,000-ലധികം സാധാരണക്കാർ ഈ കലാപത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഔദ്യോഗികമായി 5000-ലധികം പേർ മാത്രമാണ് കൊല്ലപ്പെട്ടത് എന്ന് ഇറാൻ ഭരണകൂടം പറയുമ്പോൾ അതിൻ്റെ 10 മടങ്ങായിരിക്കാം യഥാർത്ഥ മരണസംഖ്യ എന്നാണ് ഇപ്പോൾ മനുഷ്യാവകാശ സംഘടനകളടക്കം വ്യക്തമാക്കുന്നത്. തെരുവുകൾ പ്രേതാലയങ്ങളായി മാറിയിരിക്കുന്നു, ചോരക്കളങ്ങളായി മാറിയിരിക്കുന്നു. തെരുവുകളിൽ സാധാരണക്കാരായ സ്ത്രീകളെയും കുട്ടികളെയും കൊന്നൊടുക്കുകയാണ് ഇറാന്റെ ഭരണകൂടം. ഇതിനെതിരെ ആയത്തുള്ള അലി ഖമേനിക്ക് വലിയ മുന്നറിയിപ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരുന്നു. ഇനിയും സാധാരണക്കാരെ കൊന്നൊടുക്കുന്നത് തുടർന്നാൽ ആയത്തുള്ള അലി ഖമേനിയെ വധിക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ശക്തമായ മുന്നറിയിപ്പ് നൽകിയത്. കഴിഞ്ഞ ദിവസം 72 മണിക്കൂറത്തെ അന്ത്യശാസനമാണ് പ്രക്ഷോഭകാരികൾക്ക് ആയത്തുള്ള അലി ഖമേനി നൽകിയത്. 72 മണിക്കൂറിനുള്ളിൽ പ്രക്ഷോഭകാരികൾ പ്രക്ഷോഭം അവസാനിപ്പിക്കുകയും ആയുധങ്ങൾ വച്ച് സർക്കാരിന് മുന്നിൽ കീഴടങ്ങുകയും ചെയ്യണമെന്നുള്ള വലിയ നിർദ്ദേശമാണ് ആയത്തുള്ള അലി ഖമേനി നൽകിയത്. എന്നാൽ ആയത്തുള്ള അലി ഖമേനിയുടെ നിർദ്ദേശം ചെവിക്കൊള്ളാൻ ഇതുവരെ പ്രക്ഷോഭകാരികൾ തയ്യാറായില്ല എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. ഇപ്പോഴും ടെഹ്റാനടക്കമുള്ള 100-ലധികം പ്രവിശ്യകളിൽ വലിയ പ്രക്ഷോഭമാണ് ആയത്തുള്ള അലി ഖമേനി സർക്കാരിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആയത്തുള്ള അലി ഖമേനി സർക്കാർ രാജിവെച്ചൊഴിയുക, മസൂദ് പെഷസ്കിയാൻ അടക്കമുള്ള നിലവിലെ ഭരണാധികാരികൾ രാജ്യം വിട്ടു പോകുക, മതഭരണകൂടം പ്രവർത്തനം അവസാനിപ്പിക്കുക, മുൻ രാജാവിൻ്റെ പിൻഗാമി ഭരണമേറ്റെടുക്കുക, പുതിയ ഭരണകൂടത്തിന് പിന്നിൽ പുതിയ സർക്കാരിന് കീഴിൽ ഇറാനിലെ ഭരണം മാറ്റുക. ഇതൊക്കെയാണ് ഇപ്പോൾ ഇറാനിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ആഹ്വാനങ്ങൾ. എന്തായാലും ഇറാനിലെ ഈ പ്രക്ഷോഭകാരികളെ അടിച്ചമർത്താനും ഇറാനിലെ പ്രക്ഷോഭകാരികളെ കൊന്നൊടുക്കാനുമുള്ള വലിയ നീക്കം ഇപ്പോൾ ഇറാനിൽ ആരംഭിച്ചിരിക്കുന്നു. ഇറാൻ ഭരണകൂടത്തിന്റെ ആവശ്യപ്രകാരം ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിനെ സഹായിക്കാൻ വേണ്ടി ഇപ്പോൾ ഹിസ്ബുള്ളയുടെയും ഹൂതികളുടെയും ഒക്കെ വൻ ഭീകര സംഘം എത്തിയിരിക്കുന്നു ഇറാനിലേക്ക്. ഇറാഖിലെ മൊബിലൈസേഷൻ ഫോഴ്സിന്റെ പിന്തുണയും ഇറാഖ് ഭരണകൂടത്തിന് എത്തിയിരിക്കുന്നു. 5000-ലധികം ഹിസ്ബുള്ള ഭീകരന്മാരും ഹൂതികളും അടക്കമുള്ള സായുധ സംഘം രാത്രികളിൽ ജനകീയ കേന്ദ്രങ്ങളിൽ ഇറാനിലെ സാധാരണക്കാരെ കൊന്നൊടുക്കുന്നു എന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്തയാണ് ഇപ്പോൾ ഇറാനിൽ നിന്ന് പുറത്തു വരുന്നത്.
എന്തായാലും ഇറാനിലെ സംഘർഷം അവസാനിക്കുന്നില്ല. ഇറാനിലെ ജനകീയ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ വേണ്ടി ഹിസ്ബുള്ളയുടെയും ഹൂതികളുടെയും ഹമാസിന്റെയും ഒക്കെ സഹായം തേടിയിരിക്കുന്നു ഇറാനിലെ ആയത്തുള്ള അലി ഖമീനി ഭരണകൂടം. തീവ്രവാദികളുടെ പിന്തുണയോടുകൂടി ഇറാനിലെ ജനകീയ പ്രക്ഷോഭത്തെ അടിച്ചമർത്താനാണ് ഖമീനിയുടെയും കൂട്ടരുടെയും തീരുമാനം.